രാം നാരായൺ രാം. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ചില പുകഴ്സപ്പെട്ട മതങ്ങളുടെ പ്രതിനിധികൾ ജാതി, സമുദായം, മതം, പ്രവൃത്തി എന്നിവയെ സംബന്ധിച്ച് ആളുകളിൽ ഒരു ഭയം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അശുഭമുണ്ടാകുമെന്ന ധാരണ ഉണ്ട്. ഈ ഭയം മാത്രം ഇന്ന് ലോകമാകെ പ്രചരിച്ചിരിക്കുന്നു. കാരണം ആളുകളുടെ മനസ്സിൽ ഈ ചിന്ത കിടക്കുകയാണ്: നാം ക്ഷേത്രത്തിൽ പോകാതെ ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നമ്മളെ ഒരു ദുരന്തം സംഭവിക്കും. ഇത്തരം വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ ചില വ്യക്തികളുടെ കാരണത്താൽ പീപ്പിൾസ് മനസ്സിൽ ഇടംപെട്ടിരിക്കുന്നു. അതിനാൽ ഇനി സമയമെത്തി ആളുകളെ സത്യത്തോട് പരിചയപ്പെടുത്തേണ്ടി വരും. ഇന്നത്തെ വലിയ സത്യമെന്നാൽ ഇന്ന് നാം എന്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുള്ളത് എല്ലാം ആകാശവും പ്രകൃതിയും തന്നതായാണ്. അതിനാൽ മനുഷ്യനുണ്ടാക്കിയ ആശയങ്ങൾക്കുപോലെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ചെയ്യേണ്ടത് വെറും ആത്മചിന്തനമാണ്. നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുക, നമ്മുടെ വിവേകം പിന്തുടരുക. മനുഷ്യന്റെ പെരുമാറ്റം വലിയതായ ഒരു കാര്യമാണ്. പെരുമാറ്റം തന്നെ നമ്മെ ഒരൊറ്റ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ദുഷ്യരും സ്നേഹിതരുമായുള്ള ബന്ധം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പെരുമാറ്റം തന്നെ ആർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുകയും ഒരുപോലെ മാറാൻ ഇടയാക്കുകയും ചെയ്യുന്നു. നമുക്ക് ആകാശം, പ്രകൃതി എന്നിവയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. സൂര്യൻ ഒരിക്കലും പറയുന്നില്ല, ഞാൻ എന്റെ പ്രകാശം ഈ ജാതിക്കും തരാം, ഈ മതക്കാർക്ക് തന്നില്ല എന്ന്. അല്ലെങ്കിൽ ആകാശം ഒരിക്കലും പറയുന്നില്ല, ഞാൻ ആരെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. ഗ്രഹനക്ഷത്രങ്ങൾ ഒരിക്കലും പറയുന്നില്ല, ഞങ്ങൾ നമ്മുടെ ഊർജം തരുന്നില്ല എന്ന്. മനുഷ്യൻ തന്നെയാണ് ഇത്തരം പെരുമാറ്റം വ്യാപിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ആവശ്യമാണ് സൂര്യൻ, ആകാശം, എല്ലാ ഗ്രഹനക്ഷത്രങ്ങളെ നമ്മുടെ ആദർശമായി കാണുകയും അവരുടെ പോലെ പെരുമാറുകയും ചെയ്യുക. അതിനാൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ സ്നേഹം, ഐക്യം പ്രചരിക്കാൻ സാധിക്കും. ഇന്നത്തെ പൊള്ളിച്ച കാലഘട്ടത്തിൽ ആരും മറ്റൊരാളുടെ സഹായമില്ല. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ സഹായം ചെയ്താൽ ഉടനെ പരിഗണനാപൂർവം അത് പറയുകയും ചെയ്യുന്നു. ഒരാൾ മറ്റുള്ളവനു എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ ഉടനെ അത് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ആളുകൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല, അവർക്ക് ആലെന്താണ്, അവർക്ക് എന്താണെങ്കിലും ഉണ്ടോ. അവർക്ക് ലഭിച്ച എല്ലാ ദാനം ആകാശം, പ്രകൃതി എന്നിവയിൽ നിന്നാണ് ലഭിച്ചത്. അവർക്ക് എന്തെങ്കിലും സ്വന്തമായില്ലെങ്കിൽ അവർ അത് തിരിച്ചു ചോദിക്കാൻ എന്താണ്? പ്രകൃതി തന്നെയാണ് നമ്മുടെയെല്ലാം നൽകിയവൻ. പ്രകൃതി തിരിച്ചു ചോദിക്കുന്നുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഗ്രഹനക്ഷത്രങ്ങൾ നമ്മോടുള്ള എല്ലാം നൽകിയത് നമ്മിൽ നിന്നോ അത് തിരിച്ചു ചോദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ അവാർഡ് ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം നൽകിയെന്ന്? ഈ സത്യം സത്യമായിരിക്കും. ഭൂമി നമ്മുടെ അമ്മയാണ്, സൂര്യൻ നമ്മുടെ പിതാവ്. അവൻ നമ്മെ ശക്തി, ഊർജം നൽകുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെ നോക്കിയാലും ഒരൊറ്റയോടെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകുന്ന ഒരു മത്സരമുണ്ടായി. ഓരോ മനുഷ്യനും മറ്റൊരാളെ പിന്നാക്കാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വാർത്ഥം മാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നാം മറ്റുള്ളവരെ പുറത്താക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടു മുന്നോട്ടു പോകുന്നതെങ്ങനെ? നമ്മുടെ വികസനം എങ്ങനെ?